പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് വടകരയിൽ ആവേശകരമായ സ്വീകരണം ഒരുക്കി UDF RMPI പ്രവർത്തകർ. ഒന്തം ഓവർബ്രിഡ്ജ് പരിസരത്ത് വെച്ച് നൂറുകണക്കിന് പ്രവർത്തകർ വിവിധ കലാരൂപങ്ങളും മുദ്രാവാക്യം വിളികളുമായി ജാഥയെ സ്വീകരണ കേന്ദ്രമായ കോട്ടപ്പറമ്പിലേക്ക് അനുഗമിച്ചു. ഈ വാഹനത്തിലേക്ക് രക്തസാക്ഷികളുടെ ഫണ്ട് പിടിക്കും. പക്ഷേ അതിനെ സംബന്ധിച്ച് കണക്ക് ചോദിക്കാൻ ആർക്കും അധികാരമില്ല. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പറയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? അതിനെ സംബന്ധിച്ച് ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? ഗോവിന്ദ മാഷ് പറഞ്ഞത് രാജകുമാരൻ വി.ഡി. സതീശൻ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. പുതിയുഗ യാത്ര സിന്ദാബാദ്, പുതിയുഗ യാത്ര സിന്ദാബാദ്. വി.ഡി. സതീശൻ സിന്ദാബാദ്. പ്രതിപക്ഷ നേതാവിനെ ചുമലിലേറ്റി ഈ വേദിയിലേക്ക് ആനയിച്ച് കൊണ്ടുവരുമ്പോൾ വഴിയിലുടനീളം ആളുകൾ ഈ പുതുക യാത്രക്ക് അഭിവാദ്യങ്ങളുമായി വന്നു ചേരുന്നുണ്ടെങ്കിൽ വടകരയുടെ മനസ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത് നമ്മുടെ വിജയത്തിന് വേണ്ടി നമുക്കൊപ്പം നിൽക്കുമെന്നുള്ളതിന്റെ ഉറച്ച പ്രഖ്യാപനം തന്നെയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നു. നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യാത്രയുടെ തിക്കും തിരക്കുമുണ്ട്. അത് നിങ്ങൾ വാർത്ത കൊടുത്ത തിക്കും തിരക്കുമല്ല. ഈ യാത്രയുടെ തിക്കും തിരക്കും ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള ജനങ്ങളുടെ ഐക്യപ്പെടലാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ യാത്ര എവിടെയും വിഭാഗീയത പ്രസംഗിക്കുന്നില്ല. ഈ യാത്ര എവിടെയും വർഗീയത പ്രസംഗിക്കുന്നില്ല. ഈ യാത്ര എവിടെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നില്ല. ഈ യാത്ര കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പോകുന്ന ഒരു യാത്രയല്ല. ഈ യാത്ര നാടിനെ മുടിപ്പിക്കുന്ന ഒരു യാത്രയല്ല. ഈ യാത്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന PR എക്സസൈസിന്റെ സൃഷ്ടികളല്ല. ഈ യാത്ര സംസ്ഥാനം ഭരിക്കുന്ന ഒരാൾ 140 മണ്ഡലങ്ങളിലും ചെന്നാൽ അതിന്റെ പേരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് ആരെങ്കിലും ഏൽപ്പിച്ചു വിട്ടിട്ടുള്ള യാത്രയില്ല. ഇത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ നാടിനോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന യാത്രയാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ യാത്ര സംവദിക്കുന്നത് ആരോടാണ്? ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇതാ ദേശീയപാതയുടെ നിവേദനങ്ങൾ ഇവിടെ നൽകപ്പെടുകയാണ്. ഈ യാത്ര കുറ്റ്യാടിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നാളികേര കർഷകരുടെ പ്രയാസങ്ങൾ ചർച്ച ചെയ്യുകയാണ്.
ഈ യാത്ര നാദാപുരത്ത് എത്തുമ്പോൾ വന്യമൃഗ ശല്യമുള്ള ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആളുകൾ വരികയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത വിസ്മയങ്ങൾ കോഴിക്കോട്ടെ പല വേദികളിലും കാണാം എന്നുകൂടി അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഗോപാലൻ മാഷ് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോർ കമ്മിറ്റിയിലെ അംഗമാണ്. അദ്ദേഹം ഇതാ കോൺഗ്രസിന്റെയും UDFന്റെയും പാതയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തെ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്വീകരിക്കുന്നു. മെമ്പറാണ്, വൈസ് പ്രസിഡന്റ് ആണ് കോൺഗ്രസിന്റെ ശ്രീ MK മോഹൻദാസ് ആണ് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ. ചെങ്കരൻ കോൺഗ്രസ് ഏറാമല മണ്ഡലം പ്രസിഡന്റ്. ഇത് 7 പേരാണ്. 12ഓളം പേരുകൾ നാളെ ഈ പാതയിലേക്ക് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഐക്യജനാധിപത്യ പാതയിലേക്ക് വരുന്നു. കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം. പുതുയുഗ പിറവി ഉണ്ടാകാൻ പോകുന്നു എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഒരു ജനസഞ്ചയമാണ് ഈ ജാഥയിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. നാടിന്റെ പട്ടിണി മാറ്റാൻ, മനുഷ്യരുടെ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ ദുരിതങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ പ്രചരണവും ഈ ജാഥയും നീങ്ങുന്നത്. ഇതിന് മുന്നിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് അവസാനിപ്പിക്കും. അന്ത്യം കുറിക്കണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മാത്രം നോക്കിയാൽ മതി. അടുത്ത മാസം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഭരണത്തോട് സലാം പറയും. അപ്പോൾ നിങ്ങളുടെ തലയിൽ, നമ്മുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത് എന്ന് കൂടി അറിയണം നിങ്ങൾ. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടക്കെണിയിലേക്ക് നമ്മളെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഈ ഗവൺമെന്റ് പടിയിറങ്ങുന്നത്. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. നിയമസഭയിൽ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഒരു നയാ പൈസ ഇല്ല, നയാ പൈസ. പിന്നെയും പിന്നെയും കടം വാങ്ങിച്ചു കൂട്ടുകയാണ്. ദൂർത്തടിക്കാൻ, അഴിമതി നടത്താൻ കേരളത്തെ ഇല്ലാതാക്കി. എല്ലാ സ്ഥാപനങ്ങളും ഇല്ലാതായി. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി. ആരോഗ്യ രംഗത്ത് വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. നമ്മൾ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി 22 പൈസ ഒരു യൂണിറ്റിന് കുറച്ച് തന്നു. ഈ 10 വർഷം കൊണ്ട് വൈദ്യുതി ബോർഡിനെ 50,000 കോടി രൂപയുടെ കടത്തിലാക്കി. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടാൻ എഴുതി കൊടുത്തിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇന്ത്യയിൽ ഒരു കാര്യത്തിന് കേരളത്തിൽ 1ാം സ്ഥാനമുണ്ട്. എന്തിനാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. അത് പിണറായി വിജയൻ വേറെ ആർക്കും 11 മാസമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോടികളാണ് സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത്. 1 ലക്ഷം കോടിയാണ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും അധ്യാപകർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത്. അല്ല, അടുത്ത ഗവൺമെന്റ് കൊടുക്കണം. പേ കമ്മീഷൻ, ശമ്പള കമ്മീഷൻ വെച്ച് പൈസ കൊടുക്കേണ്ടതിന് ഇപ്പൊ കൊണ്ടുപോയി ശമ്പള കമ്മീഷൻ വെച്ചു. കാരണം 5 മാസം കഴിഞ്ഞ് അവർ റിപ്പോർട്ട് കൊടുക്കൂ. അടുത്ത ഗവൺമെന്റിന്റെ മീതെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടബാധ്യത. മനസ്സിലായ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് വാങ്ങിച്ചതിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത. കാരുണ്യ പദ്ധതി 1200 കോടി രൂപയുടെ ബാധ്യത. 7 ക്ഷേമനിധികൾ തകർന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കൊടുത്തിട്ട് 19 മാസമായി. എല്ലാ രംഗത്തും തകർച്ചയാണ്. പറഞ്ഞാൽ തീരില്ല. ഓരോ വകുപ്പിലും നയാ പൈസ ഇല്ലാതെ നിൽക്കുകയാണ്. ഇവര് ഈ കേരളത്തെ തകർത്തു. നമ്മൾ ഇപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണി കൂടിയാണ് എന്ന് ജനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് അവരോട് പറയാനുള്ള വാക്ക്, എവിടെയെല്ലാം
ഈ LDF സർക്കാർ കേരളത്തെ തകർത്തു. അവിടെയെല്ലാം കേരളത്തെ എഴുന്നേൽപ്പിക്കാൻ നടത്താൻ സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. ഈ പുതുയുഗ യാത്രയിൽ രാഷ്ട്രീയം പറയും. പക്ഷേ രാഷ്ട്രീയത്തെക്കാളേറെ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഭാവി കേരളത്തെ കുറിച്ചാണ്. ഇവര് തകർത്തെറിഞ്ഞ ഈ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിന്റെ ഇക്കോണമിയെ നമ്മൾ ശക്തമാക്കും. അതിനുള്ള നിരവധി പദ്ധതികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 2 കൊല്ലക്കാലമായി നിരവധി മലയാളികൾ, രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകൾ നിരവധി മേഖലകളിൽ ഗവേഷണ തുല്യമായ പ്രവർത്തനങ്ങൾ നടത്തിയ വിശദമായ ഡോക്യുമെന്റുമായിട്ടാണ് നമ്മൾ വരുന്നത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞു. ആ ആരോഗ്യ കേരളത്തെ നമ്മൾ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് ആരോഗ്യവതിയായി കേരളത്തിലൂടെ നടത്തും. നാളെ കോഴിക്കോട് നമ്മൾ ഇതിനു മുൻപ് ഒരു ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ചു. ഹെൽത്ത് കോൺക്ലേവ് നടത്തി 300 ഡോക്ടർമാർ പങ്കെടുത്തു. വിദേശത്തും കേരളത്തിലുമുള്ള മലയാളി ഡോക്ടർമാർ 150 പേർ കഠിനാധ്വാനം ചെയ്ത് കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു ഹെൽത്ത് ഡോക്യുമെന്റ്, ഒരു ആരോഗ്യരേഖ നാളെ നമ്മൾ കോഴിക്കോട് പ്രകാശനം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആരോഗ്യരംഗം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന, ലോകത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമ്മൾ ഈ കേരളത്തെ മാറ്റും. ആരോഗ്യരംഗത്ത് നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി ലോൺ എടുത്ത് വിദേശത്തേക്ക് പോവുകയാണ് പഠിക്കാൻ, പ്രോഗ്രാമുകൾ പഠിക്കാൻ. ഇവിടെ ഇല്ല. UDF അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങളോട് വാക്ക് പറയുന്നു, UDFന് വേണ്ടി അവർ ജർമ്മനിയിലും UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ UDF ആരംഭിക്കും. അവരത് പഠിച്ചു കഴിഞ്ഞ് പുറത്തു വന്നാൽ അവർക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കേരളം ഇന്നുവരെ കാണാത്ത സമഗ്രമായ ഒരു തൊഴിൽ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത്